നമസ്കാരം സുഹൃത്തുക്കളെ, പ്രദീപ് തൈലാണ്. ഞാനിന്ന് വന്നിരിക്കുന്നതേ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഗ്രാമത്തിലാണ്. ഞങ്ങളുടെ ഉദ്ദേശം സീതാറക്കുണ്ട് വെള്ളച്ചാട്ടം കാണണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് റൂട്ട് മാറ്റി പിടിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്നതാ ഏറ്റവും മനോഹരമായൊരു പാടത്താണ്. നമ്മുടെ നാട്ടിൽ പാടം കാണണമെങ്കിൽ അവിടേക്ക് വരണം, പാലക്കാട് വരണം. അതും അത്രയും മനോഹരമായ നമ്മുടെ ഈ കൊല്ലങ്കോട് ഗ്രാമത്തിലേക്ക് വരണം. ആ കാണുന്ന മലനിരകൾ കണ്ട, അതാണ് സീതാറക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെയുള്ള മലനിരകൾ. അവിടുത്തെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ വന്നതെങ്കിലും ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട് വലിയ തിരക്കായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഈ പാടത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് വന്നത്. ഫാമിലിയാണ്. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം കേട്ടോ. പണ്ട് കാലത്ത് കേരളത്തിൽ ഏറ്റവും സുലഭമായൊരു കാഴ്ചയായിരുന്നു നെൽപ്പാടങ്ങളെങ്കിൽ ഇപ്പോൾ നെൽപ്പാടങ്ങളെല്ലാം ചുരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു അപൂർവ കാഴ്ചയാണ്. നമുക്ക് പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല, അരി ഏതിൽ നിന്ന് കിട്ടുന്നതെന്ന് പോലും അറിയില്ല. കേരളത്തിൻ്റെ നെല്ലറയായ ഈ പാലക്കാടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചൂടുണ്ടെങ്കിലും ഈ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ ക്ഷീണം തോന്നില്ല. എൻ്റെ ഈ ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ സാധാരണ ഒരു നെല്ലിനമാണെങ്കിലും ഈ വലതുവശത്ത് കാണുന്നത് വയലറ്റ് നിറത്തിലുള്ള ഒരു നെല്ലിനം കണ്ടോ. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കളറിലുള്ളൊരു നെൽകൃഷി കാണുന്നത് കേട്ടോ. ഇത് ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ നവര ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടേക്കുള്ള അവിടെ ഒരു പ്രവേശന കവാടം ഇതിന് അടച്ചിട്ടുണ്ട്. അങ്ങോട്ട് അധികം പോകേണ്ട രീതിയിലും ഈ ഭാഗത്തോടെ വന്ന് നമുക്ക് ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. പാടത്തിനിടയ്ക്കായിട്ടേ ഒരു മരം നിൽക്കുന്നുണ്ടേ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഇരിപ്പിടം പോലെ ഓല മേഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊല്ലങ്കോടിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള എലവഞ്ചേരി പഞ്ചായത്തിലെ നടുപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണിത് കേട്ടോ. ഒരുപാട് പേര് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മൾ നേരെ കാണുന്ന വലിയ മലനിരകളുണ്ടല്ലോ, അതാണ് നെല്ലിയാമ്പതി മലനിരകൾ. നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ പാടം. നല്ല വീതിയുള്ള വരമ്പുകളൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആവശ്യം പോലെ ഓടി നടക്കാൻ കഴിയും. എൻ്റെ ഗ്യാനുട്ടനും കകുട്ടനും ഈ വരമ്പത്തോടെ ഇങ്ങനെ ഓടി നടക്കുകയാണേ. ഞങ്ങൾ ഈ ഷെഡിൽ കുറച്ച് നേരം ഇരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. പാലക്കാടിൻ്റെ ഗ്രാമഭംഗി വളരെ സവിശേഷമായ ഒന്നാണ്. ഇതിൽ എവിടെ ചെന്നാലും നമുക്ക് ധാരാളം കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ കരിമ്പനകൾ. നമ്മുടെ നാട്ടിലൊക്കെ പനനങ്ക് ധാരാളമായി കിട്ടുന്നത് ഈ കരിമ്പനകളിൽ നിന്നാണ്. കൊല്ലങ്കോട്ടെ താമരപ്പാടം പോലുള്ള അത്രയും സൗകര്യങ്ങളൊന്നും ഈ പാടത്തില്ല. എന്നിരുന്നാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല. നമ്മൾ വന്നത് അത്യാവശ്യം ചൂടുള്ള സമയത്തായിരുന്നു. വെയിൽ മങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടി മനോഹരമാകും ഇവിടം. തസ്രക്കിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് അസ്തമയം വരെ ഞങ്ങളിവിടെ ചിലവഴിച്ചില്ല കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നും കൊണ്ടു നടക്കുന്ന വ്യക്തികളല്ല ഞങ്ങളൊന്നും. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയ കാഴ്ചകൾ കാണുക, ജീവിതം സന്തോഷിക്കുക, ആഘോഷിക്കുക, അത്ര തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നല്ലൊരു കാഴ്ച കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. കഴിയുന്നവർ, ഈ വീഡിയോ കാണുന്നവർ ഈ കൊല്ലങ്കോട് ഈ പാടത്ത് വരിക, ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കുക. നന്ദി.